ഹായ് ഫ്രണ്ട്സ്, ശിവസിന്ധു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഈസി ആയിട്ട് കുക്കറിൽ നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കാം. ഈസി റെസിപ്പിയാണ്. അപ്പം നമുക്ക് ആ മുട്ട തിളയ്ക്കേണ്ട താമസമേ വരത്തുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് ചോറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും അഥവാ രാത്രി ചപ്പാത്തിക്കാണെങ്കിൽ കൂടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയാണ്. അപ്പം ഞാനിതിന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് വൈകുന്നേരം വീട്ടിലെന്നും ചപ്പാത്തിയാണ്. അപ്പം കുഞ്ഞുങ്ങളടക്കം 6 പേർക്കുള്ള ചപ്പാത്തിക്കുള്ള മുട്ടക്കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് മുട്ടക്കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാമേ. അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ 6 മുട്ടയാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അല്പം ഉപ്പ് വിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേഗം വെക്കണം. അപ്പോൾ ആ വേകുന്ന സമയത്തിനുള്ളിൽ നമുക്കിതിൻ്റെ കറി ഒന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പം മുട്ട വേവിക്കാൻ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുട്ട തമ്മിൽ വേവുമ്പം പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഞാൻ മുട്ടയ്ക്ക് എടുത്തേക്കുന്നത് 3 സവാളയും 1 തക്കാളിയും 1 പച്ചമുളകുമാണ്. അപ്പോൾ പച്ചമുളക് ഞാനിതിന് ഇടുന്നില്ല. ഇതിൻ്റെ മുളക് പൊടിക്ക് നല്ല എരിവുണ്ട്. അപ്പം പച്ചമുളക് ഞാൻ ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ഇടാം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സവാളയും തക്കാളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ആദ്യം കുക്കർ എടുത്ത് അടുപ്പ് വെച്ചിട്ട് ആ കുക്കറിലേക്ക് കുറച്ച് നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അതിലേക്ക് നമ്മുടെ പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്കതിൽ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കണേ. ഇളക്കുമ്പം നല്ല ഒരു മണം വരും. നമുക്ക് ഈ പെരിഞ്ജീരകം, ചെറിയ ജീരകമല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, വലിയ ജീരകം, അതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് മണം വരുമ്പോൾ നല്ലൊരു മണമാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 1 കഷ്ണം പട്ടയും 1 ഏലക്കയും കൂടി ഇടുവാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് ഇടുന്നില്ല, അത് വീട്ടിൽ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ലേ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്നും കൂടെ നമുക്കങ്ങോട്ട് ഇട്ട് കൊടുക്കണം. 3 സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ സവാളയ്ക്കകത്തിൽ പെട്ടെന്ന് ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴട്ടി ഒന്നെടുക്കണം. അങ്ങനെ വഴട്ടണ്ട, ഒന്ന് വാടി വരുന്ന സമയം മാത്രം മതി. ഞാനത് ഇങ്ങനെ 1, 2, 3 തവണ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ കുക്കറിലല്ലേ മുട്ടക്കറി വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ഞാൻ ഇട്ടേക്കുന്നത്. രണ്ടും കൂടെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കയ്യിലില്ലെങ്കിൽ 1 3 4 ചെറിയ അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് ചേർത്താലും മതിയേ. അഥവാ അരിഞ്ഞിട്ട് ചേർത്താൽ മതി എന്നുള്ളവർക്ക് അരിഞ്ഞ് തന്നെ ഇടാം. ചിലർക്ക് ചതച്ചൊന്നും എടുക്കുന്ന അത്ര ഇഷ്ടമായിരിക്കത്തില്ല. അങ്ങനെ അരിഞ്ഞിടണമെന്നുള്ളവർക്ക് അരിഞ്ഞിടാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് ഞാനതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിനകത്തിൽ ഓരോന്നായിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ അടുത്ത ചേർക്കുന്നത് 2 ടീസ്പൂണ് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി എന്നിട്ട് 2.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി എന്നിട്ട് 1/2 ടീസ്പൂണ് ഗരം മസാല, ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ്. ഇത് 3ഉം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരിച്ചിരി മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അഥവാ ഇത് പൊടികൾ അടി പിടിക്കുന്ന പോലുള്ള സ്മെല്ല് വരുവാണെങ്കിൽ ഒരിച്ചിരിയും കൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്തിട്ട് നമ്മൾ 1 തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണേ. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കൊടുക്കണം. അപ്പോൾ ആ തക്കാളിയുടെയും അതെല്ലാം മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1/4 ഗ്ലാസ് ചൂടുവെള്ളം
നമ്മളിതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കണമെന്ന് വെച്ചാൽ ഒത്തിരി വെള്ളമായി പോകരുത്. ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ് നമ്മുടെ ഇട്ടേക്കുന്ന അരിഞ്ഞേക്കുന്ന സവാളയ്ക്കനുസരിച്ച് നമ്മളിതേപോലെ ഒന്ന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ. എന്നാൽ അല്ലെങ്കിൽ ആ കറീൻ്റെ ടേസ്റ്റ് അങ്ങ് പോവേ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിൽ മാത്രം മതി. 4 വിസിലടിച്ച് കഴിയുമ്പം നമ്മുടെ മുട്ടക്കറി കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 4 വിസിൽ കഴിഞ്ഞപ്പോൾ കണ്ടോ, നമുക്ക് മുട്ടക്കറി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടക്കറി ഇല്ലേ, അതുപോലെ നമുക്ക് അലിഞ്ഞു പോകണമെങ്കിൽ 1 വിസിലും കൂടി അടിച്ചാൽ മതി. എന്നിട്ട് അപ്പം അതത്ര അലിന്ത് കിടക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ 4 വിസിൽ അടിച്ചിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ. വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഒന്ന് ചേർക്കണേ. അപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുമ്പം ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റും നല്ല മണവും കൂടെ കിട്ടുവേ. എന്നിട്ട് ഇത് നമ്മുടെ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇട്ടേക്കണം കുറച്ച് നേരത്തേക്ക്. അപ്പോഴത്തേക്ക് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുവേ. കണ്ടോ, അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ തോടെല്ലാം കഴിഞ്ഞിട്ട് ആ മുട്ട ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണേ. തിളപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് വാങ്ങണേ. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്ന മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളവും ഉപ്പും ഗോതമ്പ് പൊടിയും ചേർത്തിട്ടാണ് ഞാൻ ഈ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ കറി ഉണ്ടാക്കിയ സമയത്താണ് ഞാനിത് കുഴച്ച് വെച്ചിട്ടുള്ളത്. ഇനി എന്നിട്ട് ഇത് ഓരോ ബോളുകളാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അങ്ങനെ ഇതേപോലെ ബോളുകളാക്കിയിട്ട് നമ്മളിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ചൂട് ചപ്പാത്തിയും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല പൊന്തി വന്ന നല്ല ചൂട് സോഫ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്